എന്താണ് ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ള അപ്ഡേറ്റുകളെന്ന് പല പ്രേക്ഷകരും ചോദിക്കുന്നുണ്ട്. UAE-യിൽ ഇന്നും പ്രകോപനം തുടരുന്നുണ്ട്. ഇറാൻ 15 മിസൈലുകളും 18 ഡ്രോണുകളും രാജ്യത്തെ ലക്ഷ്യമിട്ടെത്തിയെന്നാണ് പ്രതിരോധ മന്ത്രാലയം ഇപ്പോൾ ഔദ്യോഗികമായി തന്നെ അറിയിക്കുന്നത്. 12 മിസൈലുകൾ UAE തകർത്തിട്ടുണ്ട്. 3 മിസൈലുകൾ കടലിൽ പതിച്ചു. അതിനിടെ ഖത്തറിന് നേരെ വൈകിട്ടും മിസൈൽ ആക്രമണം ഉണ്ടായി. ഇറാൻ ആക്രമണം തുടരുന്ന സാഹചര്യത്തിൽ ദുബായ് ഗ്ലോബൽ വില്ലേജ് അനിശ്ചിതകാലത്തേക്ക് അടച്ചിരിക്കുകയാണ്. സുരക്ഷാ നടപടികളുടെ ഭാഗമായാണ് ഗ്ലോബൽ വില്ലേജ് അടച്ചുവെന്ന് അധികൃതർ അറിയിക്കുന്നത്. എസ് രഞ്ജിത്താണ് ചേരുന്നത് വിശദാംശങ്ങളുമായി. രഞ്ജിത്ത്, ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ എന്താണ്? സർക്കാരുകൾ നൽകുന്ന ഔദ്യോഗിക വിവരങ്ങൾ എന്താണ്? വിനീത, തുടർച്ചയായി വിവിധ ഗൾഫ് രാജ്യങ്ങൾക്കെതിരെ ഇറാന്റെ ഭാഗത്ത് നിന്ന് പ്രകോപനം ഉണ്ടാകുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഇന്നലെ നമുക്കറിയാം യുടെ വിവിധ ഭാഗങ്ങളിൽ ഇറാന്റെ നേതൃത്വത്തിൽ ആക്രമണ ശ്രമങ്ങൾ ഉണ്ടായി. അതിന് പിന്നാലെ ഇന്ന് വീണ്ടും യുഎക്കെതിരെ വലിയ തോതിലുള്ള ആക്രമണ ശ്രമങ്ങൾ ഇറാന്റെ ഭാഗത്ത് നിന്നുണ്ടായി എന്ന് വ്യക്തമാക്കുന്ന കണക്കുകളാണ് ഇപ്പോൾ ആഭ്യന്തര മന്ത്രാലയം പുറത്തുവിട്ടിരിക്കുന്നത്. യുഎക്കെതിരെ ഇന്ന് 33 ആക്രമണ ശ്രമങ്ങൾ ഉണ്ടായി എന്നാണ് ആഭ്യന്തര മന്ത്രാലയവും പ്രതിരോധ മന്ത്രാലയവും ഇപ്പോൾ പുറത്തുവിട്ട കണക്കുകളിലൂടെ വ്യക്തമാക്കുന്നത്. 15 മിസൈലുകൾ 18 ഡ്രോണുകളും രാജ്യത്തെ ലക്ഷ്യമിട്ടെത്തി. ഇതിൽ 12 മിസൈലുകൾ UAE തകർത്തു. 3 മിസൈലുകൾ കടലിൽ പതിച്ചു. 17 ഡ്രോണുകളെ രാജ്യം തകർത്തെന്നും ഒരെണ്ണം മാത്രം രാജ്യത്ത് വീണു എന്നുമാണ് പ്രതിരോധ മന്ത്രാലയം അല്പസമയം മുമ്പ് പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നത്. ഒപ്പം തന്നെ വിനീത് സൂചിപ്പിച്ചതുപോലെ തന്നെ സുരക്ഷാ കാരണങ്ങളാൽ ഗ്ലോബൽ വില്ലേജ് അനിശ്ചിത കാലത്തേക്ക് അടച്ചിടുന്നു എന്ന വിവരം അല്പസമയം മുമ്പാണ് ഗ്ലോബൽ വില്ലേജ് അറിയിച്ചിരിക്കുന്നത്. ഇതിനൊപ്പം തന്നെ ഖത്തറിൽ വീണ്ടും ആക്രമണം ഉണ്ടായി എന്ന വാർത്ത പുറത്തു വരുന്നു. ഈ ആക്രമണങ്ങളെ ശക്തമായി പ്രതിരോധിക്കാൻ കഴിഞ്ഞുവെന്നും ഖത്തർ പ്രതിരോധ മന്ത്രാലയവും അറിയിച്ചിട്ടുണ്ട്. ശരി, എസ് രഞ്ജിത്താണ് വിശദാംശങ്ങൾ നൽകിയത്.